ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഫർസൂസ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് മാക്രോണിയാണ്. അതിൻ്റെ കൂടെ മാക്രോണി നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വേവിച്ചെടുക്കാമെന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫർസൂസ് റെസിപ്പീസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നാലേ ഞാനോരോ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മാക്രോണി വേവിക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നു, പിന്നെ അതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാക്രോണി എങ്ങനെ വേവിച്ചെടുക്കാമെന്ന് നോക്കാം. വേവിക്കുന്നതിനുള്ള വെള്ളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. 1.5 കപ്പ് മാക്രോണി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എടുക്കുന്ന വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല, കുറച്ച് കൂടുതൽ എടുക്കണം. ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പിലേക്ക് ഒരു 4 കപ്പിൻ്റെ അടുത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. മാക്രോണിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊക്കെ ഒന്ന് ബോയിലായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലല്ല, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. മാക്രോണി പരസ്പരം ഒട്ടിപ്പോവാതെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മറന്നു പോകരുതേ. എന്നിട്ട് വെള്ളം നന്നായി ബോയിലായി വരുന്ന സമയത്ത് ഇതിലേക്ക് മാക്രോണി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മാക്രോണി തന്നെ പല വലുപ്പത്തിലും പല ബ്രാൻഡിലും ക്വാളിറ്റിയിലും ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കറക്റ്റായിട്ടാണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്കിതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഏകദേശം ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഈ ഒരു വെള്ളം കഞ്ഞിവെള്ളമൊക്കെ പോലെ നല്ല കൊഴുപ്പുള്ളൊരു വെള്ളമായിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്ത് കളയണം. ഡ്രെയിൻ ചെയ്തെടുത്ത ശേഷം ഈ മാക്രോണിയിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇത് ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നാലാണ് തീരെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഈ മാക്രോണി കിട്ടുള്ളൂ. നോർമൽ വാട്ടറിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൽ ആ കൊഴുപ്പൊക്കെ പോയി കിട്ടുന്നത്. അപ്പോൾ ഒന്നൊന്നിനോട് തൊടാത്ത സ്റ്റിക്കി അല്ലാത്ത മാക്രോണി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് വെച്ച് നമുക്ക് നല്ലൊരു ബീഫ് മാക്രോണി ഉണ്ടാക്കി നോക്കാം. ഈ ബീഫ് കറി റെഡിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. ബീഫ് കറി ലാസ്റ്റ് വീഡിയോയിൽ, ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ ഡിന്നറിന് ഉണ്ടാക്കിയതായിരുന്നു ഈ മക്രോണി. ബീഫ് കറിയുടെ റെസിപ്പി കാണണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് തയ്യാറാക്കാനായി ഇതുപോലെ ഒരു പാത്രം ചൂടാക്കിയെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഈ മാക്രോണിൻ്റെ കൂടെ ആവുമ്പോൾ കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിച്ചോളൂ. വേവിച്ചെടുത്ത കുറച്ച് ഗ്രീൻ പീസും ബീൻസും ക്യാരറ്റും ആണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടി ആയിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ പൊടികളെല്ലാം നമ്മൾ കറിയിൽ ചേർത്തിട്ടുണ്ടല്ലോ, ബീഫ് കറിയിൽ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബീഫാണല്ലോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വേറെ മസാലകൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വേവിച്ച് പിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇത് കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഈ മക്രോണിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തതാണല്ലോ. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്ത് തന്നെയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ മക്രോണിയിൽ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വെച്ചിട്ടുള്ള മാക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. കുട്ടികളെ പോലെ തന്നെ ഇത് വലിയവർക്കും ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ബീഫ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതേ സ്റ്റെപ്പിൽ തന്നെ ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. ഉണ്ടാക്കാനും വളരെ ഈസി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ മാക്രോണി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ, ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ മാക്രോണി കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വേവിക്കേണ്ടതെന്ന് ഞാൻ ഇതിൽ കാണിച്ചല്ലോ. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല റെസിപ്പിയുമായി ഫർസൂസ് റെസിപ്പീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.